ഹായ് ഹലോ, ഞാനിപ്പോൾ ഉള്ളത് കണ്ണൂർ നമ്മളെ NS തിയേറ്ററിലാണ്. അപ്പോൾ NS തിയേറ്റർ എന്ന് വെച്ചാൽ കണ്ണൂരിൽ ഇപ്പോൾ ഒരു മാറ്റവും വരുത്താതെ നടത്തിക്കൊണ്ടുപോകുന്നൊരു തിയേറ്റർ. ഇവിടെ ഇപ്പോൾ ഏത് പടം ഇട്ടാലും ഫാമിലി ആയിട്ട് ആൾക്കാർ വരുന്നൊക്കെ ഇവിടെ വരുന്ന പടങ്ങളും അങ്ങനെ എന്താ പറയുക തമിഴ് പടങ്ങളും പിന്നെ അധികം ഓടാത്ത പടങ്ങളൊക്കെ ആയിരിക്കും അധികം ഉണ്ടാവാറ്. അപ്പോൾ ഇപ്പോൾ ഇവിടുത്തെ ടിക്കറ്റ് ഉണ്ടോ, ഇവിടെ ക്യൂ നിന്നിട്ട് ടിക്കറ്റ് എടുക്കണം. ക്യൂ നിന്നിട്ട് ടിക്കറ്റ് എടുക്കാൻ ഓൺലൈനോ കാര്യങ്ങളൊന്നുമില്ല. ടിക്കറ്റ് റേറ്റ് വരുന്നത് ഫസ്റ്റ് ക്ലാസ്സിന് 90 രൂപയും സെക്കൻഡ് ക്ലാസ്സിന് 80 രൂപയാണ് ടിക്കറ്റ് റേറ്റ് വരുന്നത്. നമ്മൾ കണ്ണൂർ ടൗണിൽ തന്നെയാണ് ഈ തിയേറ്റർ ഉള്ളത്. ഇങ്ങനെയുള്ള ടിക്കറ്റ് നമ്മൾ കണ്ടിട്ട് എത്ര നാളായി, എത്ര കൊല്ലമായി. നല്ല ഓൺലൈൻ ടിക്കറ്റ് അല്ല, ഇപ്പം നൊസ്റ്റാൾജിയ. അപ്പോൾ നമ്മൾ കണ്ണൂരുള്ള പഴയ ടാക്കീസാണ് NS. അവിടെ കുറേ കാലത്തിന് ശേഷമാണ് ഇവിടെ വരുന്നത്. മൾട്ടിപ്ലക്സ് കാര്യങ്ങളൊക്കെ വന്ന് എല്ലാം മാറിയതിന് ശേഷം പണ്ടേ ഉള്ള തിയേറ്ററിലേക്ക് ഞാൻ ഈ തിയേറ്ററിൻ്റെ ഇപ്പോഴത്തെ അവസ്ഥയും കാര്യങ്ങളൊക്കെ കാണിച്ചു തരാം കേട്ടോ. ഈ തിയേറ്റർ എന്ന് പറയുന്നത് അത്യാവശ്യം നല്ല വലിപ്പമുള്ള തിയേറ്റർ തന്നെയാണ്. ചെറിയ തിയേറ്ററോ കാര്യങ്ങളൊന്നുമില്ല, സ്ക്രീനൊക്കെ അത്യാവശ്യം വലിപ്പമുള്ളതാണ്, ക്യൂബാണ്. പക്ഷേ എന്താ പറയുക, ഇപ്പം സൗണ്ട് ക്വാളിറ്റിയും കാര്യങ്ങളൊക്കെ പോയിട്ടുള്ളത്. ഞാൻ ഇത് സ്ക്രീനാണെങ്കിൽ പറയണ്ട. പടം തുടങ്ങിയ ഒരിടങ്ങിയിരിക്കാം നോക്കണം. ഗ്യാപ്പിട്ടിരിക്കല്ലേ, നല്ല കൈയും കാലം വെക്കാൻ പറ്റുള്ളൂ. സംഭവം ഇത് അത്യാവശ്യം നല്ല മൂവി തന്നെ. പക്ഷേ കണ്ണൂർ വേറെ തിയേറ്ററിൽ എവിടെയും കളിക്കുന്നുമില്ല. അതുകൊണ്ടാണ് ഞാനും കയറിയത്. പക്ഷേ എങ്ങനെ എന്താ അവസ്ഥ എന്ന് വെച്ചാൽ ഈ തിയേറ്റർ ആയതുകൊണ്ടായിരിക്കണം ആൾക്കാരൊന്നുമില്ല. ആകെ 10-25 ആൾക്കാരേ ഉള്ളൂ. ഈ 25 ആൾക്കാരെയും വെച്ചിട്ട് ഇത്രയും വലിയൊരു സ്ക്രീന് ഹാൾ എങ്ങനെ പ്രദർശിപ്പിച്ച് ഇവർക്ക് മുതലാവുമെന്ന് അറിയില്ല. ഇവിടുത്തെ സീറ്റൊക്കെ നോക്കിയാട്ടെ, എന്താണ് ഈ സീറ്റിൽ ഇരിക്കാന്ന് വെച്ചാൽ നമ്മൾ സ്ട്രെയിറ്റ് ആയിട്ട് ഇരിക്കുന്നവരുണ്ട്. ചെറിയ നമ്മൾ കുഷ്യൻ സീറ്റിൽ ഇരിക്കുന്നവരൊരു തിയേറ്ററിൻ്റെ ആ ഒരു ഇതൊന്നുമില്ല. പണ്ടത്തെ സീറ്റില്ല, ആ ഒരു ടൈപ്പ് സീറ്റ് തന്നെയാണ് വരുന്നത്. ഒരു മാറ്റമൊന്നും അതിലൊന്നും വരുത്തിയിട്ടൊന്നുമില്ല. കണ്ടില്ലേ? എന്താണെന്ന് വെച്ചാൽ ഇതിൻ്റെ ഉള്ളിലുള്ള സ്നാക്സ് സ്റ്റാളൊന്നും ഇപ്പോൾ ഓപ്പൺ അല്ല. കാരണം ആൾക്കാരൊക്കെ വളരെ കുറവാണല്ലോ, അതുകൊണ്ടായിരിക്കാം. അപ്പോൾ നമുക്കിപ്പോൾ ഒരു പപ്സ് ആണെങ്കിൽ അല്ലെങ്കിൽ ഒരു കുപ്പി വെള്ളമാണെങ്കിൽ പോലും നമ്മൾ എന്ത് ചെയ്യും, പുറത്തുനിന്ന് ആദ്യം മേടിച്ചിട്ടാണ് ഉള്ളിലേക്ക് കയറേണ്ടത്.